ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. ആദ്യമായി കലിയുഗ വരദനും ആപദ് ബാന്ധവനുമായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തി പുരസ്സരം പ്രണാമമർപ്പിക്കുന്നു. സ്വാമിയുടെ അനുഗ്രഹം നമ്മളെല്ലാവരിലും സദാ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ 2026 ജനുവരി 19 മുതൽ 25 വരെ വാരഫലത്തെക്കുറിച്ചാണ്. ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രങ്ങളിലൊന്നായ രോഹിണിയിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നത് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ ആഴ്ച എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്നും തടസ്സങ്ങൾ മാറാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും നമുക്ക് പരിശോധിക്കാം. രോഹിണി നക്ഷത്രത്തിൻ്റെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ആഴ്ച രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ്, മിക്സ്ഡ് റിസൾട്ട്സ് അനുഭവപ്പെടുക. ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമുള്ള ഒരു സമയമാണിത്. 1. തൊഴിൽ/കരിയർ. ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമായി വരും. സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടെ ജോലിയിലെ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും. 2. സാമ്പത്തികം, ഫൈനാൻസ്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട വാരമാണിത്. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്കോ വലിയ പണമിടപാടുകൾക്കോ ഈ ആഴ്ച അത്ര അനുയോജ്യമല്ല. കൈവശമുള്ള പണം കരുതലോടെ ചിലവഴിക്കുന്നത് ഗുണം ചെയ്യും. 3. കുടുംബം ആൻഡ് പ്രണയം, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ്. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും ആഴ്ചയുടെ പകുതിയോടെ അത് പരിഹരിക്കപ്പെടും. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കി ക്ഷമയോടെ പെരുമാറിയാൽ സമാധാനം നിലനിൽക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുക. 4. ആരോഗ്യം, ഹെൽത്ത്. ജോലി തിരക്ക് മൂലം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. അതിനാൽ കൃത്യമായ വിശ്രമം ആവശ്യമാണ്. ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നാകും. പരിഹാരം, റെമഡി. ഈ ആഴ്ചയിലെ തടസ്സങ്ങൾ മാറുന്നതിനായി ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളി സ്തോത്രങ്ങളോ ലളിതാ സഹസ്രനാമമോ ജപിക്കുന്നതും ഉത്തമമാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനവും മനസ്സിന് ശാന്തി നൽകും.